വിജേട്ടാ നമസ്കാരം. നമസ്കാരം. വിജേട്ടാ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA രജിസ്ട്രേഷൻ ഇല്ലാതെ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്കായി തുക ചെലവഴിക്കുന്ന പല ഓർഗനൈസേഷൻസും നമ്മുടെ നാട്ടിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ഈ FCRA നിയമം വഴി മാത്രമേ ഫണ്ടുകൾ സ്വീകരിക്കാനുള്ളൂ എന്നുള്ളതാണ് നിയമം. ആ നിയമം ശക്തിപ്പെടുത്താൻ പോകുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ വലിയ രീതിയിൽ ഈ ചർച്ചുകളുടെയും പാസ്റ്റർമാരുടെയും ഫാദർമാരുടെയൊക്കെ വലിയ ബഹളം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഈ ഫോറിൻ റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ ആക്ട് രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ ഫണ്ട് സ്വീകരിക്കുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. മതപരിവർത്തന പ്രവർത്തനങ്ങൾക്കായിട്ടാണ് വിദേശ ഫണ്ട് ഇവർ സ്വീകരിക്കുന്നത്. ഇതിൽ രാജസ്ഥാനിൽ ഇപ്പോൾ ഒരു വമ്പൻ റെയ്ഡ് നടന്നിരിക്കുകയാണ്. അത് രാജ്യവ്യാപകമായ റെയ്ഡ് വ്യാപിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് പരിശോധന നടത്തിയത്. ജയ്പൂരിലെ 2 കേന്ദ്രങ്ങളാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് FEMA പ്രകാരം പരിശോധന നടന്നത്. FCRA കോടി രൂപയിലധികം വിദേശ സംഭാവനകൾ ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണത്തിൽ പാസ്റ്റർ രവി മോഹൻ പഹാദിയയുടെ സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. പഹാദിയ അമേരിക്കൻ സ്വദേശിയ തോമസ് യുജിൻ ലിജിനിൽ നിന്നാണ് വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചതെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇതിൽ വലിയൊരു അന്വേഷണം ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ FCRA ഫണ്ടുകളെ കുറിച്ച് നിലവിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഞങ്ങൾക്കെതിരാണ് എന്ന് പറയുന്ന ആൾക്കാർ ഇതിനെ എന്ത് പറയും? ഇത് ഫണ്ടില്ലാതെ തന്നെ ഇവിടെ ഇത് പൈസ സ്വീകരിച്ച് ഇവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വരുന്ന ഫണ്ടിന് ഒരു ഓഡിറ്റ് വേണമെന്ന് പറയുമ്പോഴാണ് ഇവർ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്. അതും ഒരു ക്രിസ്ത്യൻ പാസ്റ്ററുടെ ഇവിടെയാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. രാജ്യമെമ്പാടും ഇപ്പോൾ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു വിഷയത്തിൽ വല വിരിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. എന്തായിരിക്കും ഇതിൽ അവരുടെ അഭിപ്രായം? ഇതെങ്ങനെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്? ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് FCRA നിയമമുണ്ട്. 2010 ഭേദഗതി ചെയ്തതുമാണ്. ഇപ്പോൾ അതിന്റെ നിയമം കുറച്ചുകൂടെ കർശനമാക്കുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അതിപ്പോ അടുത്ത സെഷനിൽ അവർ കൊണ്ടുവന്ന് പാസ്സാക്കും. ഇവിടെ അതൊന്നും വേണ്ട. ഈ പാസ്റ്ററെ അറസ്റ്റ് ചെയ്തതും വ്യാപകമായി തന്നെ ചില ഈ പാസ്റ്റർമാരുടെ കീഴിലുള്ള ചർച്ചുകൾ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അനധികൃതമായി പണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ തന്നെ ഇതിനകത്ത് മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. നക്സലിസം ഇല്ലാതായതിനെ കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നക്സലിസം പൂർണ്ണമായി ഇല്ലാതാക്കണമെങ്കിൽ അവർക്കെത്തുന്ന ഫണ്ടിന്റെ വഴി കൂടി പൂർണ്ണമായി ഇല്ലാതാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയിരിക്കുന്നതും കൊലപ്പെടുത്തിയിരിക്കുന്നതും കാടുകൾക്കുള്ളിലും മറ്റും കഴിഞ്ഞ് സായുധ കലാപം നടത്തുന്ന നക്സലുകളെയാണ്. അപ്പോൾ സ്വാഭാവികമായി അർബൻ നക്സലുകളും ദിമാഗി നക്സലുകളും അടക്കമുള്ളവരുണ്ട്. അപ്പൊ ഇവർക്കും ഫണ്ട് വേണം. എല്ലാവർക്കും ഫണ്ടാണല്ലോ അതൊരു പ്രധാന പ്രശ്നം. അതായത് ആരും പട്ടിണി കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ വണ്ടിക്കൂലി ഇല്ലാതെ ഒന്നും ഡൽഹിയിലോ അല്ലെങ്കിൽ ജന്തർ മന്ദറിലോ ഒന്നും പോയി കുത്തിയിരിക്കത്തില്ല. അപ്പൊ എല്ലാവർക്കും ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായി തന്നെ ഈ ഫണ്ടിന്റെ വരവ് തടഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യൂ. ഇതിനു മുമ്പ് തന്നെ ഈ പോപ്പുലർ ഫണ്ടൊക്കെ നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ ആദ്യം ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ഫണ്ടുകളെല്ലാം നമുക്ക് ഇപ്പോഴും അറിയാം. വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ഇപ്പോഴും കേരളത്തിൽ വരാൻ കഴിയാത്ത ഫണ്ടർമാരുണ്ട്. പോപ്പുലർ ഫണ്ടിന്റെ അവർക്ക് വരാൻ കഴിയുന്നില്ല. വന്നു കഴിഞ്ഞാൽ പൊക്കും. കാരണം ഒരുപക്ഷെ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാകാം. ഈ ഒരു സംഘടന ഇങ്ങനെയൊന്നും അല്ല പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതാകാം, അറിയാതെ ചെയ്തതാകാം, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാകാം. ഏതായാലും അങ്ങനെയുള്ള ഒരുപാട് പേര് ഗൾഫിൽ വിസ കാലാവധി കഴിയുമ്പോൾ അടുത്ത രാജ്യത്തേക്ക് പോയി 48 മണിക്കൂറോ ഇല്ലെങ്കിൽ 2 ദിവസം നിൽക്കുക, വീണ്ടും ഇപ്പുറത്തേക്ക് വരിക. ഇങ്ങനെ മാറിയും കഴിയും. അതിൽ പലർക്കും നല്ല ജോലി ഉണ്ടായിരുന്നു, ഇപ്പം നല്ല ജോലിയൊന്നും അല്ല. കാരണം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് അതിൻ്റെതായ അവർക്ക് ജീവിച്ചു പോകണ്ടേ. അങ്ങനെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുവരെ ഒരുപക്ഷെ ഈ വാർത്തയ്ക്ക് എന്തുകൊണ്ട് പ്രാധാന്യം കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FCRA വേണ്ട, ഇങ്ങനെയുള്ള ഫണ്ട് വരവ് തടയാൻ എന്നുള്ള വ്യക്തമാക്കുന്നതാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ EDയുടെ നീക്കമെന്ന് പറയേണ്ടി വരും. കാരണം FCRA വരുന്നത് എന്തിനാണ്? അത് കൂടുതൽ വരുന്നത് FCRA ആ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംഘടനകൾ അതിനകത്ത് എന്തെങ്കിലും പാകപ്പഴ കാണിച്ചാലാണ് സംഘടനകളുടെ പേരും അഡ്രസ്സും പോകുന്നത്. ഇവിടെ അതുമല്ല ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം 2 കോടി സംതിങ് രൂപ അവിടുന്ന് വരുത്തുന്നു, മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നു. കാരണം ഈ രാജ്യത്ത് ഈ പൊട്ടന്മാരല്ലല്ലോ ഇരിക്കുന്നവരൊക്കെ. കാരണം എന്തിനാണ് ഒരു പാസ്റ്റർ മതപരിവർത്തനം നടത്തുന്നത്? കാരണം നമുക്ക് അറിയാൻ കഴിയും മതപരിവർത്തനം എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള പന്തലുകൾ ഇട്ടും ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വലിയ രീതിയിലുള്ള പരിപാടികൾ അവതരിപ്പിച്ചും ഇതിനൊന്നും പൈസ വേണ്ട. പന്തലുകാരെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കൂ, ഇല്ലെങ്കിൽ മൈക്കാരം ചെയ്ത്. അത് മാത്രമല്ല അവിടെ വരുന്നവർക്കൊക്കെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇതിനകത്ത് ഒരാൾ ചേരുന്നതിന് കേരളത്തിലൊരു പ്രമുഖമായ സഭ ഇപ്പൊ അയാളില്ല. ആ സഭ 50,000 രൂപയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പുതിയതായിട്ട് വരുന്നവർക്ക്. ആദ്യ സമയത്ത് 25,000 രൂപ കൊണ്ടുവരുന്ന ആൾക്കും ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറച്ച് 10,000 ആക്കി. ഇങ്ങനെയൊക്കെ ആളെ കൂട്ടുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇത് സ്വാഭാവികമായി തന്നെ തടയിടേണ്ടത് അനിവാര്യമാണ്. കാരണം ഇല്ലെങ്കിൽ ഈ അർബൻ നക്സലുകളും ദിമാങ്കി നക്സലുകളും ഒക്കെ അനുസൂതം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു റാക്കറ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ 1-2 പാസ്റ്റർമാരിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ധനുഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ രാജ്യവ്യാപകമായി തന്നെ ഇതിന്റെ റെയ്ഡുകളും അന്വേഷണം നടക്കുന്നുണ്ട്.
ഇത് ഒന്നോ രണ്ടോ വ്യക്തികളിലല്ല, ഇത് പിടിച്ചു കഴിയുമ്പോൾ ഇതൊരു കണക്ഷനാണ്. ഇപ്പോൾ ഈ അമേരിക്കൻ പൗരന്റെ NGO ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ അമേരിക്കയിലുള്ള NGO ആണ് കൊടുക്കുന്നത്. അപ്പൊ ആ NGO ഒരു വ്യക്തിക്കല്ല കൊടുത്തിരിക്കുന്നത്. ഈ കേരളത്തിൽ ഉള്ള ലിസ്റ്റ് ഒന്നും നമ്മൾ കണ്ടില്ല. ഇപ്പൊ രാജസ്ഥാൻ ആ ഒരു ഭാഗത്താണ്, കാരണം അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ. കാരണം രാജസ്ഥാൻ വഴിയാണ് ഇത് ഛത്തീസ്ഗഡും മറ്റു മേഖലകളിലും എത്തുന്നത്. അതുപോലെ പഞ്ചാബി വലിയ രീതിയിൽ വ്യാപകമായി തന്നെ ഇങ്ങനത്തെ ഒരു പ്രവർത്തനം നടക്കുന്നത് ഖാലിസ്ഥാനികൾക്കാണ് ചെല്ലുന്നത്. പഞ്ചാബിൽ നടക്കുന്ന, ഇവിടെ പലരും പറയുമല്ലോ പഞ്ചാബിൽ ഭയങ്കരമായി ക്രിസ്ത്യൻ വിശ്വാസികൾ കൂടുന്നു എന്നുള്ളത്. കൂടുന്നതല്ല, അവിടത്തേക്ക് ഈ ഫണ്ട്, കാരണം അവിടെ കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, സിഖ് സമുദായം ഇന്ത്യയിൽ ഏറ്റവും ധീരന്മാരായ ഒരു സമുദായം. അവരുടെ സമുദായത്തിൽ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവർ കൂട്ടമായിട്ട് വന്ന് അറ്റാക്ക് ചെയ്തിട്ട് പോകും. എനിക്ക് തോന്നുന്നു 2ാം സ്ഥാനമേ ഉള്ളൂ മുസ്ലിംസ് എന്ന് എനിക്ക് തോന്നുന്നു. അത്ര നിൽക്കുന്ന ഒരു സമുദായത്തിന്റെ ഇടയിൽ ഇവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ അവരുടെ അനുമതി ആവശ്യമില്ല. ഉണ്ട്, ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ പാവപ്പെട്ടവരുടെ ഇടയിൽ ആണല്ലോ വർക്ക് ചെയ്യുന്നത്. എവിടെയാണ് ഈ പാവപ്പെട്ടവർ വന്നത്? നക്സലിന്റെ കീഴിലുള്ള ഏതാണ്ട് 120 ജില്ലകൾ, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരം പറ്റുമ്പോൾ 120 ജില്ലകളിൽ നക്സൽ അണ്ടറിൽ നിൽക്കുന്ന ജില്ലകളാണ്. ടാക്സ് ഇല്ല, ടാക്സ് പിരിക്കാൻ പറ്റത്തില്ല, റോഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഈ മറ്റേ ടവറുകൾ, മൊബൈൽ ടവറുകൾ പറ്റത്തില്ല, കുടിവെള്ളമില്ല, കറണ്ട് ഇല്ല. നമ്മൾ തന്നെ എത്രയോ വാർത്ത കൊടുത്തു ഈ നക്സലുകൾ തീർന്നതിന് ശേഷം കുടിവെള്ളം എത്തിയ ഗ്രാമങ്ങളെ കുറിച്ച്, ലൈറ്റ് വന്ന ഗ്രാമം. അപ്പൊ അവിടെയും ചെയ്യുന്ന എന്താണ്? ഫണ്ട് അവർക്ക് കൊടുക്കും, എന്നിട്ട് അവരുടെ സഹായത്തോടു കൂടി തന്നെ വർക്ക് നടത്തും. എന്നിട്ട് ഇതിന്റെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ നോംസ് തയ്ക്കും. ഇപ്പൊ ഈ NGO കൊടുക്കുന്നത് വെറുതെ കൊടുക്കത്തില്ല, അവരൊരു നോംസ് വെക്കും. നിങ്ങൾ ഇത്ര പേരെ ചേർക്കണം, ഇല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ. അത് വെച്ചിട്ട് ഇവിടുന്ന് ഇതെല്ലാം ഇവന്മാർ അറേഞ്ച് ചെയ്ത് കൊടുക്കും നക്സൽ. അപ്പൊ കിട്ടുന്ന പൈസ, കിട്ടുന്നത് കുറെ എണ്ണം കുറച്ച് ഇവര് വീക്കും, ഇവര് പോക്കറ്റിലാക്കും, കുറച്ച് അവർക്കും കൊടുക്കും. കാരണം ഇവർക്ക് സെക്യൂരിറ്റി വേണമല്ലോ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചാബിലും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലായിടത്തും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അത് വ്യാപകമായി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ടീമുകളില്ല. കുറഞ്ഞ പക്ഷം ഈ വലിയ മാസമായിട്ടുള്ള ഭീകരവാദ ഗ്രൂപ്പുകളോ, ഇല്ലെങ്കിൽ ഖലിസ്ഥാനികളോ, ഇല്ലെങ്കിൽ നക്സൽ ഗ്രൂപ്പുകളോ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ടീമുകളൊന്നുമില്ല. അത് തന്നെ ഇത് തന്നെയാണ് മുമ്പ് പോപ്പുലർ ഫ്രണ്ടും ചെയ്തുകൊണ്ടിരുന്ന പണി. അവർക്കും വലിയ രീതിയിൽ തന്നെ ഫണ്ട് ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ തന്നെ അവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ പ്രാദേശികമായ ഫണ്ട് പിരിക്കും. ഈ ഫണ്ടിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ എന്തായി? അവരുടെ പിടിച്ചപ്പോൾ തന്നെ എത്ര കോടികളാണ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ, ഞാൻ മുമ്പും നമ്മൾ പറയാറുള്ള കണക്കാണ് തന്നെയാണ്, BJP ആണ് പാർട്ടി. അവര് ഒരു ചുവട് എന്തിനെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അവരതിന്റെ ഇരട്ടിയായിട്ട് കയറി വരിക തന്നെ ചെയ്യും. അത് അവരുടെ ഒരു രീതി. അത് മാത്രമല്ല, ഈ നക്സലിസം നിർമ്മാർജ്ജനം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് വരവ് തടയിട്ടേ മതിയാകും. നമ്മൾ കണ്ടതാണ് ഈ പാറ്റകളുടെ സമരത്തിലുമൊക്കെ ഇത്തരം വിഭാഗങ്ങളുടെ വലിയ സ്വാധീനം അതിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഈ പാസ്റ്റർ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ഇപ്പൊ എഴുതിയിരിക്കുന്നത് നാഷണൽ ലെവലിൽ. ഇപ്പൊ നമ്മുടെ അടുത്ത വാർത്ത ആ മാധ്യമമായാലും പാസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം ഞാൻ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാൻ മുമ്പ് ഈ വാർത്തകൾ ചെയ്യുമ്പോൾ അച്ഛന്മാർ എന്ന് പറയുമായിരുന്നു. അപ്പൊ എന്നോട് ചില ക്രിസ്ത്യൻ പള്ളികളിലെ അച്ഛന്മാർ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ വിളിക്കരുത്, അവരെ പാസ്റ്റർ എന്ന് തന്നെ പറയണം, ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന കൊള്ളരുതായ്മയും ഗുരുത്തക്കേടും ഒക്കെ ഞങ്ങളുടെ തലയിലേക്കൂടെ വരും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാസ്റ്റർ തന്നെയാണ് ആ മാധ്യമങ്ങളൊക്കെ. എനിക്കൊരു സംശയം കൂടെ ഉണ്ട്. അതായത് ഈ പത്രത്തിൽ ഇവർ എഴുതിയിരിക്കുന്നത് ഈ പാസ്റ്ററുടെ കയ്യിൽ നിന്നും ഈ പാസ്റ്റർ 2.34 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നു എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പോലീസ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവർ പോലീസ് അങ്ങനെ ആരോപിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് ഇങ്ങനെ ആരോപിക്കുന്നു എന്നിവർ എഴുതില്ല. എന്താ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് പിടിക്കുമ്പോൾ മാത്രം ഇവർ ആരോപിക്കുന്നു എന്ന് എഴുതുന്നു? അറസ്റ്റ് ചെയ്തെന്നല്ല എഴുതിയിരിക്കുന്നത്, അതോ കസ്റ്റഡിയിലാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ 2.34 കോടി രൂപ ഇയാൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ED ആരോപിക്കുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ എടുക്കുക, അറസ്റ്റ് ചെയ്യുന്നുള്ള വ്യത്യാസമുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ എടുക്കുന്നതാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വ്യക്തിയുടേത്. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കുറ്റവാളികളെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്, അല്ലെ? അപ്പോഴെങ്ങനെയാണ് ആരോപണം നിൽക്കുന്നത്? അതായത് മലയാള മാധ്യമങ്ങൾക്ക് നമ്മളെ കണക്കുള്ള വിരലെണ്ണാന്ന് കുറെ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് ഇത്തരം വാർത്തകൾ മൂടി വെക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയൊക്കെ അതിനെ നമുക്ക് വെള്ളപൂശാം എന്നുള്ള അരികും മൂലയൊക്കെ ചെത്തിക്കളഞ്ഞിട്ടാണ് ആരോപിക്കുന്നത്. എങ്ങനെയാണ് 2 കോടി രൂപ? എന്നാൽ പിന്നെ എന്നെയും ധനുഷിനെയും ഈ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെയൊക്കെ ആരോപിക്കാൻ പറ്റുമല്ലോ. വഴി നിന്ന് പറയുന്നത് കാണും ഒരു അന്വേഷണ സംഘം വരുന്നത്. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും, ഒരുത്തം നല്ലൊരു കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ കള്ളക്കടത്തുകാരാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ഞാൻ റോഡിൽ നിന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. വേണമെങ്കിൽ അവൻ അറിഞ്ഞാൽ അവൻ എനിക്കെതിരെ കേസും കൊടുക്കാൻ പറ്റും. ഇതൊരു ED കണക്കൊരു ആദ്യം EDയെ കുറിച്ച് തന്നെ മനസ്സിലാക്കണം. അവര് ഈ പോലീസിനെ പോലെ, അതാണ് ഈ പത്രക്കാർ വലിയ കള്ളന്മാരന്മാർ. പോലീസിനെ പോലെ FIR ഇട്ടിട്ടല്ല അവർ അന്വേഷണം നടത്തുന്നത്. അവർ അന്വേഷണം തുടങ്ങിയ അവസാന ഘട്ടത്തിൽ മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെ മിക്കവാറും കേസുകൾ 99 അല്ലെങ്കിൽ 98% കോടതികളിൽ പൊളിയാത്തത്.
കാരണം അവർ അന്വേഷണം ഒരു 2 വർഷം മുമ്പേ തുടങ്ങും. ഇന്നലെ തുടങ്ങുന്നതല്ലത്. പോലീസ് അങ്ങനെയല്ല, ആദ്യം തന്നെ ഇതിന്റെ ഒരു FIR ഇട്ട് പ്രാഥമികമായി തന്നെ അതിന്റെ ഒരു മൊഴിയെടുപ്പും തെളിവെടുപ്പും കാര്യങ്ങളും വെക്കുന്നത്. ഇത് രണ്ട് രീതിയിലാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ED കണക്ക് ഒരു ഏജൻസി ചുമ്മാതെ കയറിയിട്ട് ഇത് കണക്ക് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. അവര് ഒരു വിഭാഗത്തിന്റെ നേതാവാണ്, ലീഡറാണ്. അവിടെ പിടിച്ചോണ്ട് പോകാൻ പറ്റൂ? അപ്പൊ മലയാള മാധ്യമങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞു കഴിയും. കാരണം അവർക്ക് ഛർദ്ദിക്കാനും വയ്യ എന്ന തിന്നുകയും ചെയ്യണം. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു പരിപാടിയാണ് അവരെല്ലാ പ്രാവശ്യവും കാണിക്കുന്നത്. അപ്പൊ ശുദ്ധമായ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കൂടെ തിന്നുകയും തൂറുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം സത്യം അറിയാമെങ്കിൽ പോലും അവര് അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ്. അതിനൊന്നും ഒരു കഥയൊന്നുമില്ല. പാസ്റ്റർ പോയത് പോയി. ഇത് ദിമോത്തിയുടെ കേസ് നമ്മൾ എടുത്തതാണ്, ഓർമ്മയുണ്ടോ? കർണാടകത്തില് 6 പേര് അറസ്റ്റിലായത്. എത്ര മലയാള മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തു? ആരും കൊടുത്തില്ല. ഒരാളും ആ വാർത്ത കൊടുത്തില്ല. അതിനകത്ത് 2 മലയാളികളും ഉണ്ടായിരുന്നു. നമ്മൾ ആ വാർത്ത വിശദമായിട്ട് തന്നെ ചെയ്തു തരുന്നതാണ്.